ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ ബാക്കിയാണിത്. നമ്മൾ മറയൂർ കാന്തല്ലൂർ പോയിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ ഈ തേയിലത്തോട്ടം കഴിഞ്ഞ് ഇപ്പം നമ്മളിനി കാണാൻ പോകുന്ന തേയിലത്തോട്ടം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം ചന്ദനത്തോപ്പുകളും അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അത് കാരണം ഇവിടെ കാണണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കണം അങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ പോണ വഴി എവിടെയോ ഇതേപോലെ തന്നെ കുണ്ടമല്ലി എസ്റ്റേറ്റ് എന്ന് പറയും, ആ സ്ഥലത്താണ് അടുത്തത് നിർത്താൻ വേണ്ടി പോണത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണവർക്ക് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഇവിടെ ഇതേപോലെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആൾക്കാർ വന്നത്. ഇത് വാട്ടർഫോൾസിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് ഒരു പാർക്കും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, കാരണം ബസ് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടിട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് പോയി കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിയാണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുണ്ടമല്ലി എസ്റ്റേറ്റിൽ നമ്മളവിടെ ബസ് നിർത്തിയിട്ട് എല്ലാവരും സ്ഥലം കാണാനായിട്ട് അങ്ങനെ എൻ്റെ ഉമ്മ വെയിലായത് തന്നെ കുടയൊക്കെ പിടിച്ചാണ് നടക്കണത്. പിന്നെ നമ്മളൊക്കെ അത് കയറി എല്ലാവരും ഫോട്ടോ എടുക്കണ ഭയങ്കര തിരക്കിലാണ് എല്ലാവരും. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സ്ഥലങ്ങളൊക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് അവിടെ നിർത്തിയത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരോട്ട് നോക്കുമ്പോൾ അത് നമ്മുടെ ബസ് ആ വഴിയാണ് കയറി നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാൽ കാണാൻ വരുന്നത്. തേയില നുള്ളിയിട്ട് അവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികൾ അത് തൂക്കലും എടുക്കലും ഒക്കെയാണ്. വേറെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒത്തിരി. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തു നിന്ന്. വഴി ബ്ലോക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റിയിട്ടാണ്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. വാഗമരം പൂത്ത് നിൽക്കണതൊക്കെ ഒത്തിരി ഭംഗിയുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളും ഒരുപാട് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മരത്തിലൊക്കെ. അത് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ. പിന്നെ അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടുത്തത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദനത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ, മറയൂർ ചന്ദനത്തോപ്പ്. അപ്പോൾ കേട്ടിട്ടില്ലേ മറയൂർ ചന്ദനം എന്നൊക്കെ? അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും അത് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് അടുത്തത് നമ്മൾ ചെല്ലണത് മറ്റേ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി, അവിടെ കയറുന്നുണ്ട്. അപ്പോൾ പോണ വഴി നമുക്ക് ഇവരൊക്കെ പറഞ്ഞ് തന്നെ ഇന്ന സ്ഥലമുണ്ടെന്ന്. ഇനി ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലണത്. അപ്പോൾ ചെന്നപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന അകത്ത് നമ്മൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആൾ അവിടെ ഇല്ല. അവർക്ക് അവിടെ ജോലിക്കാരെല്ലാവരും
അവരെ വേണ്ടപ്പെട്ട ആരോ മരിച്ചിട്ട് അവിടെ പോയിരിക്കണം. അപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല ആൾ പറയണത്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് അത് ഉണ്ടാക്കണതും ഇതൊക്കെ നമ്മൾ കണ്ട് സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കണ്ടെങ്കിലും ആ സമയത്ത് അവിടെ അത് ശർക്കര ഉണ്ടാക്കുന്നത് നിർത്തി വെച്ചിരിക്കുന്നതായിരുന്നു. എന്നാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് പിന്നെ അതിൻ്റെ വിപണനവും വിൽപ്പനയും ഒക്കെ അവിടെ തന്നെ നടക്കണത്. അപ്പോൾ അതെല്ലാം കുറേ നേരം അതൊക്കെ കണ്ട് അങ്ങനെ നടന്ന്. പിന്നെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ശർക്കരയുടെ പൗഡർ സ്പൈസി ആയിട്ടുള്ളതും സാധാരണയായിട്ടുള്ള 2 പൗഡറും 2 സൈസ് പൗഡറും നമ്മൾ അവിടെ നിന്ന് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സ്പൈസി ആയിട്ടുള്ളതും. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, അച്ചാറും അതും ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, സാമ്പാർ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, പിന്നെ ഉപ്പേരി, തോരൻ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നേ. അടുത്തത് ട്രെക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറാൻ പോണത് ഈ ജീപ്പുകളിലാണ്. ഒത്തിരി 4-5 ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഉമ്മാക്ക് കയറാനായിട്ട് ചെറിയ സ്റ്റൂളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്, കാല് പൊക്കി വെച്ച് കയറാനായിട്ട്. പുറകിൽ ജീപ്പുകൾ ഇങ്ങനെ കിടക്കുകയാണ് എല്ലാവർക്കും പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ട്രെക്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ചന്ദനത്തോപ്പിൻ്റെ അകത്തു കൂടിയും പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോണത്. ഞാൻ ബാക്കിലായിരുന്നത്, ഫ്രണ്ടിൽ ഉമ്മാനെ ഇരുത്തി കൊണ്ടിട്ട് നമ്മൾ തൊട്ട് പുറകെ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ. ഇത് നമ്മളിവിടെ ജീപ്പ് നിർത്തിയിട്ട് കാണാം, ട്രെക്കിങ്ങിന് വന്നിട്ട് കണ്ട സ്ഥലമുണ്ട്. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തിയായിട്ടുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ് അത്രയും, മഴ പെയ്താൽ മാത്രമേ നന്നായിട്ട് വരുള്ളൂ എന്ന്. അപ്പോൾ ഇത് എന്താ, ഈ പാറക്കെട്ടിലൂടെയൊക്കെ നല്ലോണം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജീപ്പുമായിട്ട് ഒരുപാട് മുകളിലേക്കാണ് വന്നിരിക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. എല്ലാവരും ഇറങ്ങി. ഉമ്മാക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, അവിടെ ഇരുന്ന് കണ്ടോളാന്ന് പറഞ്ഞാൽ ഉമ്മ അവിടെ ഇരുന്ന്, ബാക്കി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇതാണ് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന സ്ഥലം. എന്ത് ഭംഗിയിലാണെന്ന് അറിയാമോ? അതിൽ നല്ല വെള്ളച്ചാട്ടം ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇപ്പോൾ കുറവാണ് വെള്ളം. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം ഒക്കെ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കും. പക്ഷേ പറഞ്ഞില്ലേ, വെള്ളം വളരെ കുറവായിരുന്നു ആ സമയത്തൊക്കെ. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോയത് സ്ട്രോബെറി തോട്ടം കാണാനാണ് കേട്ടോ. തോട്ടം എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം സ്ട്രോബെറിയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആയി വരണുള്ളൂ, അവർ പറിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇതാണ് ആ തോട്ടം. അങ്ങനെ അത് കുറച്ച് നേരം കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് അടുത്തത് നമ്മുടെ ഭ്രമരം സിനിമയില്ലേ, ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗമൊക്കെ ചിത്രീകരിച്ച വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് അവിടെ പറയുക. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ പോയിരിക്കണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാണിച്ചു തരാം. നമ്മൾ വന്ന ജീപ്പുകളൊക്കെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന പുൽച്ചെടികളൊക്കെ പുൽത്തൈലം എന്ന് പറയൂലേ, പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് ഇവിടെ കാണുന്ന മുഴുവനും. അവരതിൽ നിന്നിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ചുറ്റും പുൽത്തൈലത്തിൻ്റെ പുല്ലുകളാണ് കേട്ടോ ഇവിടെ നിറച്ചും. കാണാൻ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.
അവിടെ നിന്ന് തന്നെ കുറച്ച് തിരിയുമ്പോൾ തന്നെ അതാ ഒരു ചെറിയൊരു കുടിൽ, അവിടെ ഈ പുൽത്തൈലവും മറ്റ് സംഭവങ്ങളൊക്കെ തേനും എല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഒരു വിൽപ്പനയും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം കേട്ടോ. അത് ആ വീടിൻ്റെ മുറ്റോണി കാണുന്നതൊക്കെ നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഇതേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രീൻ ആപ്പിള്, പാഷൻ ഫ്രൂട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് പാഷൻ ഫ്രൂട്ടൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ തേന്, ഇത് പൂവിൽ നിന്നെടുക്കുന്ന തേനാണ് പറഞ്ഞത്, മറ്റേ തേനല്ല, തേനീച്ചയിൽ നിന്നിട്ടുള്ളതല്ല. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ പുൽത്തൈലുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇതെല്ലാം. അവർ ഇതിൽ വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ നീരിതാ ഇതിൽ വന്ന് വീഴുന്നതും ഒക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞു. അതിനിതാ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി ഇതൊക്കെ കണ്ട് നമ്മൾ 1-2 സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പിന്നെയും നടക്കേണ്ടത് നമ്മുടെ ബ്രഹ്മരത്തിര ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമില്ല, അങ്ങോട്ടേക്കാണ് നമ്മൾ നടക്കുന്നത്. ആ പാറ കണ്ടില്ലേ ആ ഭാഗത്തേക്ക്. അപ്പോൾ ഇതിനെ പറയണ ബ്രഹ്മരം വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിനെ പറയണം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതുപോലെ പോയിട്ടൊക്കെ കാണുക കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്തത് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അതാണ് ശരിക്കും ഒരു പേടി വരുന്ന പോലത്തെ ഇതായിരുന്നു കേട്ടോ ട്രെക്കിങ്. കല്ലിൻ്റെ പാറയുടെയൊക്കെ ഇടയിൽ കൂടി ഭയങ്കര കുടുക്കത്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ ഫോൺ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചു. അതുപോലത്തെ പോക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെയും കാണാനായിട്ടാണ്. അവിടെ നിന്നും എല്ലാം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എല്ലാവരും അവിടെ വന്നിട്ട് എല്ലാ ജീപ്പിലും ആൾക്കാർ അവിടെ എത്തി, നമ്മുടെ ബസ്സിൽ കൂടെ വന്ന എല്ലാവരും ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് താഴേക്ക് പോവുകയാണ്. നമ്മൾ വന്ന വഴി കൂടി തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാനായിട്ട് നമ്മൾ. നമ്മുടെ ബസ് ഇട്ടിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടാ. മറയൂർ ടൗണിലാണ് നമ്മൾ എത്തിയത്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാനുള്ളവർ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ച് വേഗം ബസ്സിലേക്ക് വന്നിരുന്നേ. പിന്നെ പതുക്കെ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിവിടെ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ ആയിട്ട് രാത്രി. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലേക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. ബൈ.